Welcome to A Dream Distance Education. Today we will discuss about our exam orientation class of personal selling and salesmanship. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദി പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പ്. നമുക്കറിയാം എന്താണ് ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പ്. ഒരു സാധാരണ ഒരു സെയിൽസ്മാൻഷിപ്പും ഒരു ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്കോർ എത്രയാണ് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? പ്രോസ്പെക്റ്റിംഗ്. ഏത് സെയിൽസ്മാൻഷിപ്പ് ആണെങ്കിലും ഏത് ടൈപ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോസ്പെക്റ്റിംഗ്. എന്താണ് പ്രോസ്പെക്റ്റിംഗ്? പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡിങ് ആൻഡ് ക്വാളിഫൈങ് പൊട്ടൻഷ്യൽ കസ്റ്റമർ അല്ലേ. നമ്മൾ ഒരു സെയിൽസ്മാൻഷിപ്പ് എന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രോസ്പെക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആരാണ് ഈ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഫൈൻഡിങ് ആൻഡ് ക്വാളിഫൈങ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ജനറേറ്റിംഗ് സെയിൽസ് ലീഡ്സ്. സെയിൽസ് ലീഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ ഐഡൻറ്റിഫൈങ് പ്രോസ്പെക്ട്സ് അല്ലേ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൊഡക്ട്സിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് തേർഡ് വൺ ക്വാളിഫൈങ് പ്രോസ്പെക്ട്സ്. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു പ്രോസ്പെക്ട്സ് അതിന് ക്വാളിഫൈഡ് ആണോ എന്നും കൂടെ നോക്കണം. എങ്ങനെയാണ് ഒരു പ്രോസ്പെക്ട്സ് ക്വാളിഫൈഡ് ആവുന്നത്? ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കപ്പാസിറ്റി ആ ഒരു പ്രോസ്പെക്ട്സിന് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ, പ്രിപ്പയറിങ്. അപ്പം നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി ആരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. രണ്ടാമത്തേതാണ് പ്രിപ്പയറിങ്. പ്രിപ്പയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രിപ്പറേഷൻ ഫോർ ദി സെയിൽസ് കോൾ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസ്പെക്ട്സിനെ പോയിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊരു പ്രിപ്പറേഷൻസ് നടത്തണം. എന്തൊക്കെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള സ്റ്റേജിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്? ഫസ്റ്റ് വൺ ക്രിയേറ്റിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ അല്ലേ. ക്രിയേറ്റിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ, അതായത് നമ്മുടെ പ്രോസ്പെക്ട്സിൻ്റെ പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള അവരുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഹൗ ടു അപ്രോച്ച് ദി പ്രോസ്പെക്ട്സ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോസ്പെക്ട്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തും. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ് അല്ലേ. ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആൻഡ് ലാസ്റ്റ് വൺ പ്രിപ്പയറിംഗ് പ്രസൻറ്റേഷൻ. എന്ത് ചെയ്യും? ലാസ്റ്റ് എന്താണ്? നമ്മൾ എങ്ങനെ ഇയാൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അയാൾ എന്ത് ചെയ്യും? ഒരു പ്രിപ്പറേഷൻ അയാൾ നടത്തും. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു പ്രിപ്പയറിംഗ് സ്റ്റേജ് പ്രിപ്പറേഷൻ ഫോർ ദി സെയിൽസ് കോൾ അല്ലേ. സെയിൽസ് കോൾസിന്റെ പ്രിപ്പറേഷൻ വഴിയൊക്കെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്നത്. ഈ തേർഡ് വൺ, ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തു. തേർഡ് വൺ നോക്കൂ, അപ്രോച്ചിങ്. എന്താണ് അപ്രോച്ചിങ് എന്നുള്ളത് കൊണ്ട് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മേക്കിംഗ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. എന്താണ്? ആ ഒരു കസ്റ്റമർക്ക് മുന്നിൽ നമ്മൾ എന്തുണ്ടാക്കണം? ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം അല്ലേ. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ. അപ്രോപ്രിയേറ്റ് അപ്പിയറൻസ്, നമ്മുടെ അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സെയിൽസ് പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. സെയിൽസ് പേഴ്സന്റെ ആറ്റിറ്റ്യൂഡിനും ബിഹേവിയറിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്? ഈ ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ആ ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ കസ്റ്റമർ നോട്ട് ചെയ്യുന്നത് ആ ഒരു സെയിൽസ് പേഴ്സണെ ആയിരിക്കും. അപ്പോൾ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കസ്റ്റമറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല? ആ ഒരു പ്രൊഡക്റ്റിലേക്ക് തന്നെ അവർ ശ്രദ്ധ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കില്ല അല്ലെ. സെയിൽസ് പേഴ്സണെ ആദ്യം ശ്രദ്ധിക്കും, അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ എന്താണ് സെയിൽസ് പേഴ്സൺസ് ഓപ്പണിംഗ് ലൈൻസ്. എന്താണ് ഓപ്പണിംഗ് ലൈൻസ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ഒരു കസ്റ്റമറിനെ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് ആയിട്ട് ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്, അതായത് സെയിൽസ് പേഴ്സണെ ഒരു കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എന്തായിരിക്കണം സെയിൽസ് പേഴ്സൺ ഓപ്പണിംഗ് ലൈൻസ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ, അങ്ങനെയൊക്കെയുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ലൈനോട് കൂടിയിട്ട് സെയിൽസ് പേഴ്സൺ നമ്മുടെ കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുന്നു. ആൻഡ് സ്റ്റെപ്പ് 4 നോക്കൂ, മേക്കിംഗ് ദി പ്രസന്റേഷൻ മേക്കിംഗ് അല്ലെ. ഇവിടെ ഇതാണ് നമ്മുടെ എന്താണ് ഒരു എസെൻസ് അല്ലെങ്കിൽ എസെൻസ് ഓഫ് പാർട്ട് എന്നൊക്കെ പറയാം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ തുടങ്ങുന്നത് അല്ലെ. അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പൊ ഇത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അപ്പൊ അതിലൂടെ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ദി പ്രൊഡക്റ്റ് മെസ്സേജ് ആൻഡ് കൺവിൻസ് ദി പ്രോസ്പെക്ട്സ്. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പ്ലസ് അതിനോടൊപ്പം തന്നെ എന്തും കൂടെ ചെയ്യുന്നു, ആ ഒരു മെസ്സേജ് പ്രോസ്പെക്ട്സിനെ കൺവിൻസ് ചെയ്യുന്നു ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ പല രീതിയിൽ ഈ പ്രസന്റേഷൻ നടത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസന്റേഷൻ ഒരു 2 ടൈപ്സ് ഓഫ് പ്രസന്റേഷൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കെന്നഡ് അപ്രോച്ച് ആൻഡ് അതേപോലെ തന്നെ നീഡ് സാറ്റിസ്ഫാക്ഷൻ അപ്രോച്ച്. കെന്നഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആർക്ക് മുന്നിൽ സെയിൽസ് പേഴ്സൺ നടത്തും, പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിന് മുന്നിൽ നടത്തുന്നു. അതേപോലെ തന്നെ നീഡ് സാറ്റിസ്ഫാക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ എന്താണ് ആ കസ്റ്റമറിന്റെ നീഡ് എന്ന് മനസ്സിലാക്കുകയും ആ നീഡിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആരിലേക്ക് എത്തിച്ചു കൊടുക്കും, കസ്റ്റമറിലേക്ക് സെയിൽസ് പേഴ്സൺ എത്തിച്ചു കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതാണ് ഈ ഒരു പ്രസന്റേഷനിൽ പല ടൈപ്സ് ഓഫ് രീതിയിൽ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ കെന്നഡ് അപ്രോച്ച് ആൻഡ് നീഡ് സാറ്റിസ്ഫിക്കേഷൻ അപ്രോച്ച്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് നോക്കൂ, ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് അല്ലെ. കസ്റ്റമർക്ക് ഒരുപാട് ഡൗട്ട്സ് ആൻഡ് ക്ലിയറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പ് ഹാൻഡിൽ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നോക്കൂ, ക്ലോസിങ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എത്തി, ഇനി എന്ത് ചെയ്യണം, ഒരു നിശ്ചിത ടൈം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ എന്ത് ചെയ്യണം, ആ ഒരു സെയിൽസിനെ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കണം അല്ലേ. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ക്ലോസിങ് ടെക്നിക്കുകൾ ആര് യൂസ് ചെയ്യും, സെയിൽസ്മാൻ യൂസ് ചെയ്യും. അതിൽ ഒന്നാമത്തേതാണ് നോക്കൂ, ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ ക്ലോസ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഓൾറെഡി അസ്യൂം ചെയ്യാണ് ഈ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങും അല്ലെങ്കിൽ അവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സെയിൽസ് പേഴ്സൺ നിൽക്കുക. അതായത് ഓൾറെഡി ഒരു കസ്റ്റമർ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും എടുക്കും എന്നുള്ള രീതിയിൽ അസംഷൻ നടത്തിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ ക്ലോസ്. അതുപോലെ തന്നെ സൈലന്റ് ക്ലോസ്. അതായത് ഇവര് സെയിൽസ് പേഴ്സൺ അയാളുടെ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്യും, അയാളൊന്ന് സൈലന്റ് ആയിട്ട് നിൽക്കും. ആരുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട്, പ്രോസ്പെക്ട്സിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട്. അത് ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ആയിരിക്കാം. എന്താണെങ്കിലും അയാളുടെ ഈ ഒരു പ്രോസ്പെക്ട്സിന്റെ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയും അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞു, ഈ കസ്റ്റമറിന്റെ ഒബ്ജെക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കട്ടെ, നിങ്ങൾ ഓക്കെ ആണോ ഈ ഒരു പ്രൊഡക്റ്റിൽ. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറോട് ചോദിക്കുക. അങ്ങനെയും ആ ഒരു സെയിൽസിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രാ ഇൻഡ്യൂസ്മെന്റ് ക്ലോസ്. ഈ ഒരു ക്ലോസ് പ്രകാരം ആ ഒരു പ്രോസ്പെക്ട്സ് ആ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ എവിടേക്കോ അയാൾക്ക് ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ക്ലോസിംഗ് ടെക്നിക്ക് ആർക്ക് യൂസ് ചെയ്യാം, നമ്മുടെ സെയിൽസ് പേഴ്സണ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എക്സ്ട്രാ ഇൻഡ്യൂസ്മെന്റ് ക്ലോസ്, അതായത് എക്സ്ട്രാ ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു 50% കുറച്ചിട്ട് തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്തിട്ട് തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം.
അതേപോലെ തന്നെ ലാസ്റ്റ് വൺ സ്റ്റാൻഡിങ് റൂം ഓൺലി ക്ലോസ്. ഇവിടെ എന്താണ്, ഈ ഒരു ക്ലോസിംഗ് ടെക്നിക്ക് പ്രകാരം സെയിൽസ് പേഴ്സൺ പറയുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒരൊറ്റ പീസേ ഉള്ളൂ, അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു അർജന്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാൻഡിങ് റൂം ഓൺലി ക്ലോസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യും. കാരണം എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഒറ്റ പീസേ ഉള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സർവീസ് ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്കുള്ള ഒരു സർവീസ് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്യും. വളരെ അർജന്റ് ആണ്, നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ അടുത്ത വർഷമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു അർജന്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് സ്റ്റാൻഡിങ് റൂം ഓൺലി ക്ലോസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ഫോളോ അപ്പ് അല്ലെ. ലാസ്റ്റ് വൺ ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അയാൾ എന്ത് ചെയ്തു, വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് അവിടെ നമ്മൾ നിർത്താൻ പാടില്ല. അടുത്ത് നോക്കൂ, ഹാൻഡ്ലിങ് കംപ്ലൈൻസ് പ്രോംപ്റ്റ്ലി ആൻഡ് പ്ലസന്റ് അല്ലെ. അതായത് പ്രോപ്പറായിട്ട് ആ ഒരു എന്തെങ്കിലും ആ ഒരു പ്രൊഡക്ട്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ സെയിൽസ് പേഴ്സൺ അത് എന്ത് ചെയ്യണം, തിരുത്തി കൊടുക്കണം. അതേപോലെ തന്നെ റെഗുലർ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം നമ്മുടെ കസ്റ്റമറുമായിട്ട്. അവരിപ്പോൾ നമ്മുടെ കസ്റ്റമറായി, അപ്പോൾ അവരോട് നമ്മൾ റെഗുലർ കോണ്ടാക്ട് ചെയ്യണം. അവരെ ഇടയ്ക്കിടയ്ക്ക് ബി അപ്രീഷിയേറ്റീവ് അല്ലെ, അവരിടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കൺഗ്രാജുലേഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ അവരുടെ ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വിഷ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, അവരുമായിട്ടൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആര് കീപ്പ് ചെയ്യണം, നമ്മുടെ ക്രിയേറ്റീവ് സെയിൽസ്മാൻ കീപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പ് എന്ന് നമുക്കറിയാം. നമ്മൾ ഒരു ക്രിയേറ്റീവ് സെയിൽസ്മാൻ എന്താ ചെയ്യുന്നത്, പുതിയ പുതിയ മാർക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ക്രിയേറ്റീവ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക, ആ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ ആൾക്കാർ കേട്ടിട്ടും കൂടി ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് സെയിൽസ്മാൻ അയാളുടെ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് കസ്റ്റമറിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പ്രോസസ്സ്, എപ്പോഴും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സെയിൽസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അടുത്തൊരു ചാപ്റ്റർ നോക്കൂ, സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു സെയിൽസ് ഫോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അല്ലെ. അതായത് സെയിൽസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്, ആ ഒരു സ്ഥാപനത്തിലെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, അതായത് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് അല്ലെ, നമ്മുടെ സെയിൽസ്മാൻ അല്ലെ, അവരെയാണ് നമ്മൾ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് സെയിൽസ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മാനേജ്മെന്റിനെയാണ് നമ്മൾ സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ സെലക്ഷൻ പ്രോസസ്സ്, അതേപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ, അതേപോലെ തന്നെ അവരുടെ പെർഫോമൻസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിരന്തരം ചോദിച്ചിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, എക്സ്പ്ലെയിൻ വേരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് സെയിൽസ് ഫോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. എന്താ പറയുന്നത്, സെയിൽസ് ഫോഴ്സ് ഒരു ഓർഗനൈസേഷനിലെ സെയിൽസ് ഫോഴ്സസിനെ ഏതെല്ലാം സോഴ്സുകൾ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഇൻവോൾവ് സോഴ്സിങ് ദി പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ് അല്ലെ. അതായത് ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ, അതായത് ഈ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും, ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവര് പല കമ്പനികളിലും പോയിട്ട് ഇത്തരത്തിൽ വാക്കൻസികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ ഈ ഒരു പോസ്റ്റിലേക്ക് അവരെ അപ്ലൈ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു എൻകറേജിങ് ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പല സോഴ്സുകളുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സോഴ്സുകളെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും
രണ്ട് ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഉള്ളത്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ഥാപനത്തിന്റെ പുറത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകളെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഏതൊക്കെ മാർഗങ്ങളാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു എംപ്ലോയിനെ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിൽ അല്ലെങ്കിൽ സെയിൽസ്മാനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ മറ്റു മാഗസിൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും. അപ്പോൾ അതായത് സെയിൽസ്മാനെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അപ്പോൾ ആ അഡ്വർടൈസ്മെന്റ് കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. രണ്ടാമത്തത് എന്താണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഈ എംപ്ലോയീസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് അവരുടെ എലിജിബിലിറ്റി അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കും അല്ലെ. അപ്പോൾ എന്താ, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ കൺസൾട്ടന്റ് എന്ത് ചെയ്യും, ഈ ഒരു ഫീൽഡിൽ മാച്ചിങ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതത് കമ്പനികളിലേക്ക് റെഫർ ചെയ്യും. അപ്പൊ അതിനെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. കമ്പനികൾ എന്ത് ചെയ്യാണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇത്തരത്തിലുള്ള എലിജിബിൾ ആയിട്ടുള്ള അപ്ലിക്കൻസിനെ ചൂസ് ചെയ്യുന്നതിനെയാണ് അങ്ങനെ നമ്മൾ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂസ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡിഗ്രി കോഴ്സസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂവിന്റെ ബേസിൽ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് അവരതിന് ആപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റഡിയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സെയിൽസ് ഫീൽഡിലേക്ക് അവരെ അപ്പോയിന്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യും അല്ലെ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, കോമ്പറ്റേറ്റീവ് സെയിൽസ് ഫോഴ്സ്. അതായത് നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ സെയിൽസ് ഫോഴ്സിനെ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യാം. എന്ത്, നമ്മുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എക്സ്ട്രാ ഓഫറുകളൊക്കെ അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം നമ്മുടെ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയും എന്താണ്, ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നടത്താം. അതേപോലെ തന്നെ അൺസോളിസൈറ്റഡ് അപ്ലിക്കൻസ്. ഇപ്പം നമ്മൾ ഒരുപാട് ജോലി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനിക്ക് റെഗുലർ ആയിട്ട് നിരന്തരം അപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വേക്കൻസി വരുന്ന സമയത്ത് ഈ കമ്പനി എന്ത് ചെയ്യും, അതിൽ നിന്ന് കമ്പനിയുടെ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വെബ് സോഴ്സുകൾ അല്ലെ, വെബ് സോഴ്സുകളിൽ നിന്നൊക്കെ അതായത് നമ്മുടെ ജോബ് പോർട്ടൽസ്, സോഷ്യൽ മീഡിയാസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് അവരെ ആ ഒരു അപ്ലൈ ചെയ്യുന്നതിലേക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഇത്തരം സോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പനിക്ക് ഇത്തരത്തിലുള്ള സെയിൽസ് പേഴ്സണെ റിക്രൂട്ട്മെന്റ് നടത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ സോഴ്സിൽ രണ്ട് ടൈപ്സ് ഓഫ് സോഴ്സുകളാണുള്ളത്. ഒന്ന് എംപ്ലോയി മൂവ്മെന്റ്സ് ആൻഡ് എംപ്ലോയി റെഫറൽസ്. എംപ്ലോയി മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. നമുക്കറിയാം ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സ്ഥാപനത്തിനകത്ത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാണ്. അത് രണ്ട് രീതിയിലാണ് കൂടുതലായിട്ടും കാണുന്നത്, പ്രമോഷൻ വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വഴിയോ. അതേപോലെ തന്നെ എംപ്ലോയീസ് റെഫറൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മറ്റു എംപ്ലോയീസിന്റെ ഒരു റെഫറൻസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എംപ്ലോയിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എംപ്ലോയി റെഫറൽസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വളരെയധികം സ്കോർ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ മാർക്സ് ഒരു എസ്സേ ടൈപ്പ് പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി സെലക്ഷൻ പ്രോസസ് ഓഫ് സെയിൽസ് ഫോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഒരു സെയിൽസ് ഫോഴ്സിനെ അല്ലെങ്കിൽ സെയിൽസ് എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അപ്പൊ അതിനെന്താണ്, ഓരോ കമ്പനികളും ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മാർക്ക് വരുന്നത് 10 മാർക്കാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ നടത്തണം. ഇവിടെ എന്താണ് സെലക്ഷൻ പ്രോസസ്സ്. ഇപ്പൊ നമുക്ക് ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് വഴി നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് പല ടൈപ്സ് ഓഫ് അപ്ലിക്കൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു സെയിൽസ് ടീം അല്ലെങ്കിൽ സെയിൽസ് എംപ്ലോയീസിനെ, ഒരു 15 സെയിൽസ്മാനെയാണ് നമുക്ക് ആവശ്യമുള്ളത് എങ്കിൽ ഒരുപാട്
കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഏറ്റവും മികച്ച കുറച്ച് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അതാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പനി ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കുക. ഇവിടെ ഫസ്റ്റ് വൺ പ്രീ സ്ക്രീനിങ് ഇന്റർവ്യൂ. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രീ സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തും. അപ്പോൾ ഈ ഒരു അതിൽ നമ്മളൊരു ആസ്കിങ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനോട് ചോദിക്കും. ഒരേ ടൈപ്പ് അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാവരോടും ചോദിക്കുക. അതായത് കരിയറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ജോബ് പ്രൊഫൈലിനെ കുറിച്ചിട്ടും അവരുടെ ഗോളിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, കുറച്ച് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിന്റെ ബേസിൽ ഫിറ്റ് അല്ലാത്ത ആ ഒരു കമ്പനിയുടെ ജോലിക്ക് മാച്ച് ആവാത്ത കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, അപ്പോൾ തന്നെ അവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ പുറത്ത് വിടും അല്ലെങ്കിൽ പുറത്താക്കും. അല്ലെങ്കിൽ എന്താണ്, അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് ഫോർമൽ അപ്ലിക്കേഷൻ ഫോം. അപ്പൊ നമ്മൾ ഈ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രിലിമിനറി സ്ക്രീനിങ് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഫോർമൽ അപ്ലിക്കേഷൻ ഫോംസ് കൊടുക്കും. അതായത് അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രിലിമിനറി ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മളൊരു ഫോർമൽ അപ്ലിക്കേഷൻ ഫോം കൊടുക്കും. അതിൽ എന്താണ്, ആ ഒരു കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടും അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും അവരുടെ ഹോബീസിനെ കുറിച്ചിട്ടും അവരുടെ ഗോളിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഫോർമൽ അപ്ലിക്കേഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂട്ടബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ നമുക്ക് അപ്പോൾ തന്നെ ഫിൽ ഔട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്, ഫോർമൽ അപ്ലിക്കേഷൻ ഫോം പ്രിലിമിനറി ഇന്റർവ്യൂവിൽ പാസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നു. അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം ദി ഇന്റർവ്യൂ, ഫോർമൽ അപ്ലിക്കേഷൻ ഫോം വഴി സെലക്റ്റഡ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന് ഇരുത്തും അല്ലെ. പല ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇന്റർവ്യൂവർ ആൻഡ് ഇന്റർവ്യൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു അതിലും സെലക്റ്റഡ് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യും, പല രീതിയിലുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ അവർക്ക് കൊടുക്കും. അതായത് IQ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതേപോലെ തന്നെ സിറ്റുവേഷൻ ടെസ്റ്റ് അല്ലെ. അങ്ങനെ പല ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ ടെസ്റ്റുകളൊക്കെ അവർക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു ജോബിന് അവർ ആപ്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ടെസ്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് ചെക്ക് ചെയ്യും അല്ലെ. നമ്മളിപ്പോൾ ഒരു CV കൊടുക്കുമ്പോൾ അതിൽ റെഫറൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെയോ ഒക്കെ പേരുകൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു റെഫറൻസ് ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കമ്പനി അവരോട് വിളിച്ച് ചോദിക്കും ഇയാളുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്ക് ആപ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഒരു റെഫറൻസ് ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ അതിലും അയാൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളെ മെഡിക്കൽ എക്സാമിനേഷന് വിടും അല്ലെ. ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അയാൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ടേംസ് ആൻഡ് സർവീസസ് അല്ലെ. കമ്പനിയുടെ ടേംസ് ആൻഡ് സർവീസസിന്റെ അല്ലെങ്കിൽ ടേംസ് ആൻഡ് സർവീസസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു ഫോം അയാൾക്ക് കൊടുക്കും. അതിൽ അയാൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. കമ്പനി ഇന്ന ടേംസ് ആൻഡ് സർവീസസുകളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് ഓക്കെ ആണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കമ്പനി എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അപ്പൊ ആ ഒരു ഫോം അയാൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താണ്, ആ ഒരു ടേംസ് ആൻഡ് സർവീസസിൽ അയാൾ എഗ്രി ചെയ്യുന്നതോട് കൂടിയിട്ട് അയാൾക്ക് എന്ത് കൊടുക്കും, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കും അല്ലെ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ജോലിയിലേക്ക് എന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പ്രൊബേഷൻ പീരിയഡ് എങ്ങനെയൊക്കെയാണ്, പിന്നെ മറ്റു കമ്പനികളുടെ മറ്റു ടേംസ് ആൻഡ് സർവീസസുകളുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് എന്ത്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, സോഷ്യലൈസേഷൻ ആൻഡ് അസിമിലേഷൻ. അതായത് ഇപ്പോൾ ആ ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്തു, അയാൾ ആ ഒരു കമ്പനിയുടെ ഭാഗമായി. ഇപ്പൊ പുതുതായിട്ട് വന്നൊരു എംപ്ലോയി ആണ്, അപ്പൊ അയാൾക്ക് ആ ഒരു കമ്പനിയെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് ആയിട്ട് അയാളുടെ വർക്കുകൾ നടക്കാൻ വേണ്ടിയിട്ട്
കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സിനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യിപ്പിക്കും അല്ലെ. അതായത് കമ്പനിയെ കുറിച്ചിട്ടും അവിടുത്തെ എംപ്ലോയീസിനെ മറ്റു സെയിൽസ് പേഴ്സണെ ഒക്കെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആ ഒരു കമ്പനിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ജോബ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് അവരെ ആ ഒരു ജോലി അവരുടെ വർക്കിനെ സ്മൂത്ത് ആക്കി എടുക്കുന്നതിലേക്ക് മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വളരെയധികം ഈസിയാണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതായത് ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രീ സ്ക്രീനിങ് ഇന്റർവ്യൂ നടത്തും. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് നമ്മളൊരു ഫോർമൽ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു. അതിലും സെലക്റ്റഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമുക്കൊരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നു. ഇന്റർവ്യൂവിലും പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണ് IQ ടെസ്റ്റ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് പോലെയുള്ള കുറച്ച് ടെസ്റ്റുകൾ അവർക്ക് കൊടുക്കുന്നു. അതിലും ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ CV-യിലെ റെഫറൻസ് ചെക്ക് ചെയ്യുന്നു. അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷന് വിടുന്നു. അവിടെയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കമ്പനി അവരുടെ ടേംസ് ആൻഡ് സർവീസസ് ഒക്കെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് ഈ ഒരു കാൻഡിഡേറ്റ്സ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയം എന്താ കൊടുക്കും, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരുന്നൊരു സ്റ്റെപ്പാണ് സോഷ്യലൈസേഷൻ ആൻഡ് അസിമിലേഷൻ. ജോബ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിലേക്ക് എൻറോൾ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ജോബ് റിലേറ്റഡ് ഇൻഫർമേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ ആൻഡ് അസിമിലിയേഷൻ. ഓക്കെ.